ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSC ലേറ്റസ്റ്റായിട്ട് നടത്തിയ കഴിഞ്ഞ ശനിയാഴ്ച നടന്നിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറൊക്കെ ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 431/2023 ആയിരുന്നു. ക്വസ്റ്റ്യൻ കോഡ് 84/2024. ശനിയാഴ്ചയായിരുന്നു എക്സാം നടന്നിരുന്നത്. +2 സയൻസ് VHSC MLT ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റായിരുന്നു അത്. നമുക്കതിൻ്റെ ആൻസേഴ്സ് പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് ആൻസർ എന്താണെന്ന് നമുക്കുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 13-ാം തീയതി ശനിയാഴ്ചയായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 84/2024 084/2024 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒപ്റ്റിക്കൽ പാത്ത് വിതിൻ ക്യുവറ്റ് ഈസ് ഓൾവേസ്. ആൻസർ നമുക്ക് ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് സി, അതായത് 10 mm or 1 cm എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ഉത്തരവായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻസോലബിൾ സോളിഡ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം എ ലിക്വിഡ് ബൈ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിൽട്രേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ദ കറക്റ്റ് പെയർ റിഗാർഡിംഗ് കളർ കോഡ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ഷൻ ബാഗ്. അതിൻ്റെ ആൻസർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് ഇതിൽ കറക്റ്റ് പെയർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയിൽ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് 2ഉം 4ഉം, അതുപോലെ സിയിൽ പറഞ്ഞിരിക്കുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ ഇതിൽ ഒന്ന് ബ്ലാക്ക് ബോഡി പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ ബോഡി പാർട്സ് എന്ന് പറയുന്നത് യെല്ലോ വേസ്റ്റ് ബെന്നിലാണ് ഇടുന്നത്. അപ്പോൾ ബ്ലാക്ക് അല്ല, അവിടെ യെല്ലോ ആയിരുന്നു വരേണ്ടത്. ദെൻ പിന്നെ റെഡ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക്, അത് കറക്റ്റായിട്ടുള്ളതാണ്. വൈറ്റ് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ്, നമ്മൾ നീഡിലൊക്കെ ഇടുന്നത് വൈറ്റിലാണ്. യെല്ലോ എന്ന് പറയുന്നത് പ്ലാസൻ്റ്, അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിനകത്ത് ഉത്തരവായിട്ട് വരുന്നത്. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കാർസിനോജനിക് കെമിക്കൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രിക്കൽ കോഡ്സ് ആർ ആസ് ഷോർട്ട് ആസ് പോസിബിൾ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അതായത് കാർസിനോജനിക് കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെലനൈറ്റ് ഉണ്ട്, ബെൻസിലിൻ ഉണ്ട്, നൈട്രോസമൈൻ ഉണ്ട്. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഇലക്ട്രിക്കൽ ഹസാർഡ് ദ ലബോറട്ടറി സ്റ്റാഫ് ഷുഡ് ബി അവെയർ ഓഫ് എന്ന് പറയുന്നത് ലോങ് ഫ്ലെക്സിബിൾ ഇലക്ട്രിക്കൽ കണക്റ്റിംഗ് കേബിൾ, അതാണ് ആൻസർ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ 6, റിയേജൻസ് വിത്ത് ആക്യുറേറ്റ് കോൺസെൻട്രേഷൻസ് ക്യാൻ ബി മെയ്ഡ് യൂസിങ്. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വോളുമെട്രിക് ഫ്ലാസ്ക് ആണ് ആൻസർ വരുന്നത്. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഡീഅയണൈസ്ഡ് വാട്ടർ. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 8, ദ ക്ലീനിങ് ഓഫ് കൾച്ചർ പ്ലേറ്റ്സ് ആഫ്റ്റർ യൂസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ഓർഡർ. അത് നമുക്ക് കൾച്ചർ പ്ലേറ്റിൻ്റെ ക്ലീനിങ്ങിന് ഓർഡറിൽ പറയാൻ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ പ്രൊവിഷണൽ കീ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതായത് 2ാമത്തെ പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ 30 മിനിറ്റ് 121 ഡിഗ്രി സെൽഷ്യസിൽ ഓട്ടോക്ലേവ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടൻറ്റ് എല്ലാം, മീഡിയയുടെ കണ്ടൻറ്റ് എല്ലാം അതിനകത്തൊന്ന് കളയുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രഷും ഡിറ്റർജൻറ്റും വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യുന്നു. അതിനുശേഷം ബ്രഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടാപ്പ് വാട്ടർ വെച്ച് നല്ലപോലെ റിൻസ് ചെയ്യുന്നതിന് ശേഷം ഡിസ്റ്റിൽ വാട്ടർ വെച്ച് റിൻസ് ചെയ്യുകയും ലാസ്റ്റ് ഡ്രൈ ചെയ്യുകയും ചെയ്യുന്നു. അത് നമുക്ക് ഒരു ഓപ്ഷൻ ലാസ്റ്റ് ഡ്രൈ ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻ ഏതിനകത്ത് വരുന്നത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതുപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ലബോറട്ടറി പ്രൊഫഷണൽസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗീവ് മെഡിക്കൽ അഡ്വൈസ് ആൻഡ് നെസസറി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു പേഷ്യൻസ് ആണ്. 10 ഓപ്ഷൻ ബി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ഫോർ മൈനർ ബേൺസ് ഡോണ്ട് ഇൻക്ലൂഡ് അപ്ലൈ ഐസ് ഓർ ബട്ടർ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 11 ഓപ്ഷൻ ബി ആണ് ആൻസർ പറയുന്നത്. ദ ബ്ലൂ ടോപ്പ് വാക്യൂട്ടൈനർ ട്യൂബ് കണ്ടെയ്ൻ വിച്ച് ആൻറ്റികോയാഗുലൻ. 11 ഓപ്ഷൻ ബി ആണ്, സോഡിയം സിട്രേറ്റ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 12, ഡ്രാപ്കിൻസ് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് 12 ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടാസ്യം ഫെറിസയനൈഡ്, പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, അതാണ് ആൻസറായിട്ട് വരുന്നത്. 13 ആൻസർ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് എ കാപ്പിലറി ഹെമാറ്റോക്രിറ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 13 പറഞ്ഞിരിക്കുന്നത്, 1 mm ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നേരത്തെ ഒരു ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ MLTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക്
VHSC MLTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അതിലിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സെയിം ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും ആ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് MLT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം. ഒരു +2 ലെവലിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ഞാനിതിനകത്ത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് 3-4 വീഡിയോസൊക്കെ ഈ ഒരു ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിനകത്ത് നമ്മൾ ഏതാ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. +2 നോർമൽ സയൻസ് MLT ആയിട്ട് ബന്ധമില്ലാത്തവർ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ പറഞ്ഞേക്കുന്നത് ഇൻ ഓട്ടോമേറ്റഡ് ബ്ലഡ് സെൽ കൗണ്ടേഴ്സ് വിച്ച് മെത്തേഡ് യൂസസ് ലൈറ്റ് സ്കാറ്ററിംഗ് ആൻഡ് ഫ്ലൂറസൻസ് ടു അനലൈസ് ദ ബ്ലഡ് സെൽസ്. 14 ഓപ്ഷൻ എ ആണ്, ഫ്ലോ സൈറ്റോമെട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. 15ൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ലെഷ്മാൻ സ്റ്റെയിൻ ഈസ് യൂസ് ടു സ്റ്റെയിൻ ബ്ലഡ് സെൽസ് റൂട്ടീൻലി. ദ പ്രൈമറി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലെഷ്മാൻ സ്റ്റെയിൻ ഓൺ ബ്ലഡ് സെൽ ഈസ് 15 ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഇൻട്രാക്ട് വിത്ത് ന്യൂക്ലിക് ആസിഡ് ഇൻ ദ സെൽ. 16 macrophages play a crucial role in phagocytosis, tissue repair, etc. The blood cell which is modified into macrophages in tissue is 16 ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, മോണോസൈറ്റ്സ്. Which condition may be indicated by an increased reticulocyte count? 17 ഓപ്ഷൻ എ ഹെമാലൈറ്റിക് അനീമിയ ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 18 in which all hypersensitivity reaction to eosinophilia is seen. 18 ആൻസർ ഓപ്ഷൻ ഡി, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 4 hypersensitivity reactions അതാണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 19 which of the following is true with the Bombay blood group? 19 ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, H gene is absent എന്നുള്ളതാണ്. 20 a negative result in the indirect Coombs test suggest ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ പ്രൊവിഷനിൽ പറഞ്ഞിരിക്കുന്നത്, ദ ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ ദ റെസിപ്പിയൻറ്റ് സെറം. 21 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് നാച്ചുറലി ഒക്യൂറിംഗ് ആൻഡ് ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് മേ ഓർ മേ നോട്ട് ബൈൻഡ് കോംപ്ലിമെൻറ്റ്. ഓൾ ദ മെയിൻ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിബോഡീസ് ബൈൻഡ് കോംപ്ലിമെൻറ്റ് എക്സെപ്റ്റ്. 21 ഓപ്ഷൻ എ RH ആൻറ്റിബോഡീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 22 നെയിം ദ കൊയാഗുലേഷൻ ടെസ്റ്റ് വിച്ച് ഈസ് പ്രൊലോങ്ഡ് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് ഹീമോഫീലിയ. 22 ഓപ്ഷൻ ഡി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. Question number 23. Vestigrant method is used to find erythrocyte sedimentation rate. The working distance of the Vestigrant tube used in this test is answer option C ആണ് വരുന്നത്, 200 മില്ലിമീറ്റർ ആണ്. 24. The sperm count below 15 million per ml of semen is termed as answer option C ആണ് പറയുന്നത്, oligospermia. Question number 25. Which condition is indicated by the presence of high level of protein in the urine? 25 ആൻസർ ഓപ്ഷൻ സി, ഗ്ലോമർലോനെഫ്രൈറ്റിസ് ആണ് പറയുന്നത്. 26 ബ്ലഡ് ഇൻ സ്പ്യൂട്ടം ഈസ് termed as. 26 ആൻസർ ഓപ്ഷൻ എ ഹെമോപ്റ്റൈസിസ് ആണ് പറയുന്നത്. 27 ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ ദ സ്റ്റൂൾ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ്. 27 ആൻസർ ഓപ്ഷൻ ഡി, മാലബ്സോർപ്ഷൻ സിൻഡ്രോം. 28 പ്രസൻസ് ഓഫ് ന്യൂട്രോഫിൽസ് ഇൻ CSF ഇൻഡിക്കേറ്റ്. 28 ആൻസർ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത്, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ദെൻ 29 ദ ആൻറ്റികോയാഗുലൻറ്റ് ഓഫ് ചോയ്സ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ. 29 ആൻസർ ഓപ്ഷൻ ബി, സോഡിയം ഫ്ലൂറൈഡ് ആണ്. ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റികോയാഗുലൻ്റ് ഏതാണ്? സോഡിയം ഫ്ലൂറൈഡ് ആണ് പറയുന്നത്. 30 ആൻസർ ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്, കോമൺലി യൂസ്ഡ് ട്യൂമർ മാർക്കർ ഫോർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈസ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണ്. ദെൻ 31 ദ മാർക്കർ യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാർഡിയാക് ആൻഡ് സ്കെലറ്റൽ മസിൽ ഡാമേജ് ഈസ് ആൻസർ ഓപ്ഷൻ സി ആണ്, CKMB. 32 ദ എലിവേറ്റഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഈസ് സീൻ ഇൻ. 32 ആൻസർ ഓപ്ഷൻ ഡി, ബോൺ ഡിസീസിലാണ് പറഞ്ഞിരിക്കുന്നത്. 33 ദ ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ കോമൺലി ടേംഡ് ആസ് ഗുഡ് കൊളസ്ട്രോൾ ഏതാണ്? 33 ആൻസർ ഓപ്ഷൻ സി, HDL ആണ് പറയുന്നത്. 34 ദ നോർമൽ വാല്യൂ ഓഫ് സോഡിയം ലെവൽ ഇൻ സെറം ഈസ്. സെറത്തിൽ സോഡിയം ലെവൽ നോർമലായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത്. 34 135 145 mEq/L ആണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹോർമോൺ വിച്ച് റെഗുലേറ്റ് മെറ്റബോളിസം, ഹാർട്ട് റേറ്റ് ആൻഡ് ബോഡി ടെമ്പറേച്ചർ. 35 ആൻസർ ഓപ്ഷൻ എ, തൈറോയിഡ് ഹോർമോൺ. 36 ദ ടെസ്റ്റ് പ്രൊവൈഡ് ആൻ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓവർ ദ പാസ്റ്റ് 2 to 3 months ഈസ് ആൻസർ ഓപ്ഷൻ ബി, HbA1c ആണ്. POCT stands for 37 ആൻസർ ഓപ്ഷൻ ബി ആണ്, പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ആണ്. അത് നമ്മൾ ഈ
ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് ഈ ലാബ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട MLT ടോപ്പിക്കിൻ്റെ വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ടോപ്പിക്കുകളാണ്. 38 ദ കലോറിമീറ്റർ വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് ആൻസർ ഓപ്ഷൻ എ ബിയർ-ലാംബേഴ്സ് ലോ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കലോറിമീറ്ററും ബിയർ-ലാംബേഴ്സ് ലോയും ഒക്കെ. 39 വിച്ച് ഷേപ്പ് ഡിസ്ക്രൈബ് ബാക്ടീരിയ വിത്ത് ഹെലിക്കലി ട്വിസ്റ്റഡ് സിലിണ്ടേഴ്സ്. 39 ആൻസർ ഓപ്ഷൻ ബി സ്പൈറോക്കേറ്റ് ആണ് വരുന്നത്. 40 ലിക്വിഡ് പാരഫിൻ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. 40 ഓപ്ഷൻ എ ഹോട്ട് എയർ ഓവനാണ്. 41 ഡാഷ് ഈസ് എ ക്ലിയറിംഗ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ടിഷ്യൂ പ്രോസസ്സിംഗ്. 41 ഓപ്ഷൻ എ അസെറ്റോൺ ആണ്. വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു കട്ട് ഫ്രോസൺ സെഷൻസ്. 42 ഓപ്ഷൻ സി ആണ്, ക്രയോസ്റ്റാറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 43 ദ കൗണ്ടർ സ്റ്റെയിൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിൻ. 43 ഓപ്ഷൻ ഡി ആണ്. 43 ഓപ്ഷൻ ഡി ഡയല്യൂട്ട് കാർബോഫ്ലക്സിനും സഫ്രാനിനും ന്യൂട്രൽ റെഡും എല്ലാം വരുന്നുണ്ട്. ദെൻ 44 സെറിബ്രൽ മലേറിയ ഈസ് കോസ്ഡ് ബൈ. ആൻസർ ഓപ്ഷൻ സി പ്ലാസ്മോഡിയം ഫാൽസിപ്പാര ആണ്. നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്ന മലേറിയ പാരസൈറ്റിസം ഉള്ള ടോപ്പിക്കിൽ ഷുവറായിട്ടും ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനും ഈ സെയിം സിലബസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സെയിം സിലബസിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എക്സാം ആയിരുന്നു അത്. അതിലും ഈ മലേറിയൽ പാരസൈറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഇനിയാണെങ്കിലും ഭാവിയിൽ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ പറയാവുന്ന 100% ഉറപ്പായിട്ട് പറയാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ മലേറിയൽ പാരസൈറ്റൊക്കെ. ദെൻ 45 എ ഡയഗ്നോസ്റ്റിക് ടെക്നിക് യൂസ്ഡ് ഫോർ വെരി ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ. 45 ഓപ്ഷൻ സി FNAC ആണ്. 46 വിച്ച് ഈസ് ദ ന്യൂക്ലിയർ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ പാപ്പിനോകോള സ്റ്റെയിനിങ്. 46 ഓപ്ഷൻ എ ഹാരിസ് ഹെമാറ്റോക്സൈലിൻ ആണ്. ദെൻ 47 RPR ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സെറോ ഡയഗ്നോസിസ് ഓഫ്. ആൻസർ ഓപ്ഷൻ ബി സിഫിലിസ് ആണ്. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെത്തേഡ് ഫോർ അനേറോബിക് കൾച്ചർ ഓഫ് ബാക്ടീരിയ. 48 ഓപ്ഷൻ ഡി ആണ്, ക്ലോട്ട് കൾച്ചർ എന്ന് പറയും. ദെൻ 49 ഫൈലേറിയൽ വേംസ് ഇൻഹിബിറ്റ് വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. 49 ഓപ്ഷൻ ഡി ആണ്, ലിംഫ് നോഡ്സ് ആണ്. ദെൻ 50 ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത്. ദ ടിഷ്യൂ എംബഡിങ് മീഡിയം യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പീസ് എപ്പോക്സി റെസിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 51 കാൻഡല ഈസ് ദ SI യൂണിറ്റ് ഓഫ് വിച്ച് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. 51 ഓപ്ഷൻ സി ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ്. ദ പാർട്ടിക്കിൾ ഓഫ് മാസ് M is moving in a uniform circular motion with a constant speed v along a circular of radius r. Acceleration of the particle is. 52 ഓപ്ഷൻ ബി ആണ്, v²/r ആണ് പറഞ്ഞിരിക്കുന്നത്. 53 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറഞ്ഞത്. ഫ്രിക്ഷണൽ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ സോളിഡ് ഒബ്ജക്റ്റ് ഓൺ ഇറ്റ്സ് സർഫസ് അറ്റ് റെസ്റ്റ് is called static friction. The variation of acceleration due to gravity with height from the surface of the earth is that. Answer 54 ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ബി decrease with the increase in height. 55 the statement the pressure in a fluid at rest is the same at all points if they are at the same height. Represent which of the following. 55 ഓപ്ഷൻ ഡി ആണ് ആൻസർ, പാസ്കൽസ് ലോ ആണ് വരുന്നത്. 56 the Celsius scale temperature corresponding to 212 degree Fahrenheit in the Fahrenheit scale is. 56 ഓപ്ഷൻ ബി ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 57 the period of oscillation of a seconds pendulum is. 57 ഓപ്ഷൻ ബി 2 സെക്കൻഡ് ആണ്. Then among the following statement about electric field lines select the correct option. 58 ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി 58 ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സെലനോയിഡ് ഓഫ് ലെങ്ത് L ആൻഡ് നമ്പർ ഓഫ് ടേൺസ് N ആൻഡ് ക്യാരിയിങ് കറണ്ട് I വിൽ ബി. 59 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ എർത്ത് വാം ത്രൂ ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. 60 ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, IRS ആണ്. 61 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് എലമെൻറ്റ്.
61 ഓപ്ഷൻ എ സിൽവർ ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം മീഡിയം 1 to medium 2. ഇഫ് നോ റിഫ്രാക്ഷൻ occurs then the angle between the incident light and the surface of separation should be. 62 ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത്. ഓപ്ഷൻ 62 ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. 90 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്? 63 ഓപ്ഷൻ എ കോൺവെക്സ് മിറർ. 64 ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് സെനർ ഡയോഡ് ഈസ് 64 ഓപ്ഷൻ ഡി വോൾട്ടേജ് റെഗുലേഷനാണ്. ദെൻ 65 66 ഓപ്ഷൻ എ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. 65 നോക്കാം. നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം കറസ്പോണ്ട് ടു വിസിബിൾ റീജിയൻ. ബാൾമർ സീരീസും. സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.5 മോൾ ഓഫ് സൊല്യൂട്ട് ഇൻ എ 2 ലിറ്റർ സൊല്യൂഷൻ. വിട്ട് ഈസ് മൊളാരിറ്റി എന്ന് പറയുമ്പോൾ മൊളാലിറ്റി ഒക്കെ നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ബേസായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനും നമ്പർ ഓഫ് മോൾസ് പെർ ഗ്രാം ഓഫ് സൊല്യൂഷനും. അതിൻ്റെ 66 ആൻസർ ഓപ്ഷൻ എ ആണ്. 0.25 മോളാറാണ് വരുന്നത്. 67 ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ ഫോറസ് ഓർബിറ്റൽ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഐ? 67 ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 0 ആണ് വരുന്നത്. 68 ഡ്യൂറിങ് ചാർജിങ് ഓഫ് ലെഡ് സ്റ്റോറേജ് സെൽ വിച്ച് ഇലക്ട്രോഡ് അണ്ടർഗോ ദ ഓക്സിഡേഷൻ റിയാക്ഷൻ? 68 ഓപ്ഷൻ ഡി ആണ്. ലെഡ് ഡയോക്സൈഡ് ഇലക്ട്രോഡാണ്. 69 വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലയോഫോബിക് കൊളോയിഡ്? 69 ഓപ്ഷൻ സി സൾഫർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 70 വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻ ദ സെക്കൻഡ് പീരീഡ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 71 ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 72ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈപ്പോനേട്രിമിയ റെഫേഴ്സ് ടു കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ? 72 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലോ ലെവൽ ഓഫ് സോഡിയം ഇൻ ബ്ലഡ്. ദെൻ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. 73 ആൻസർ ഓപ്ഷൻ ബി ആണ്. 74 വിച്ച് പെയർ ഓഫ് കോമ്പൗണ്ട് ഗിവ് ടോളറൻസ് ടെസ്റ്റ്? 74 ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 75 കൊമേഴ്ഷ്യൽ നെയിം ഓഫ് പോളി അക്രിലിനോനൈട്രൈൽ? 75 ഓപ്ഷൻ എ ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. 76 ഓപ്ഷൻ ഡി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. 1, 3, 4 ഏതൊക്കെ റിയേജൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 77 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അനാൽജസിക് എന്ന് പറയുമ്പം 77 ഓപ്ഷൻ ബി ആസ്പിരിൻ ആണ്. 78 ദ ഡിസ്കവറി ഓഫ് ഫുളറൻസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിച്ച് സിഗ്നിഫിക്കൻറ്റ് ഏരിയ ഇൻ മെറ്റീരിയൽ സയൻസ്? 78 ഓപ്ഷൻ ബി ആണ് നാനോ ടെക്നോളജി. 79 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രാൻസിഷൻ മെറ്റൽ? 79 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 80 വിച്ച് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഡീകമ്പോസിഷൻ? 80 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ 81 നെയിം ദ എൻസൈം യൂസ്ഡ് ടു ബ്രേക്ക് ദ ബാക്ടീരിയൽ സെൽ ഫോർ DNA ഐസൊലേഷൻ? 81 ഓപ്ഷൻ ഡി ലൈസോസൈം ആണ്. 82 നെയിം ദ പാർട്ട് ദാറ്റ് ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഈസ്? 82 ഓപ്ഷൻ സി ആണ് ഫിലിഫോം അപ്പാരറ്റസ്. 83 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്? 83 ഓപ്ഷൻ എ ആണ്. അതായത് ബോത്ത് 1 and 3 ആണ് കറക്റ്റായിട്ടുള്ള പെയർ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ കോട്ടിലിഡൻ പ്രസൻറ്റ് ഇൻ മെയ്സ് സീഡ് ഈസ് കോൾഡ്? 84 ഓപ്ഷൻ ബി സ്ക്യൂട്ടെല്ലമാണ്. 85 വിച്ച് പെസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ CRY1AB ജീൻ ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ്? 85 ആൻസർ ഓപ്ഷൻ എ ആണ് കോൺ ബോറർ. 86 നെയിം ദ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ പഞ്ചാബ് ബൈ ക്രോസിംഗ് ബിക്കാനറി ഈവ്സ് ആൻഡ് മാരിനോ റാംസ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 87 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സിനോവിയൽ ജോയിൻറ്റ് അലൗസ് ഫോർ ദ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ദ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രേ? ആൻസർ ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ADH ഓൺ ബ്ലഡ് വെസൽസ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഇൻഫ്ലുവൻസ് കിഡ്നി ഫങ്ഷൻ? 88 ആൻസർ ഓപ്ഷൻ ബി ആണ്. 89 in which method is the ovum collected from a donor transferred into the fallopian tubes of another female? 89 ഓപ്ഷൻ സി ആണ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ്. 90 വിച്ച് ഫീച്ചർ ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റ് വിത്ത് ഡൗൺ സിൻഡ്രോം? 90 ഓപ്ഷൻ ഡി
90 ഓപ്ഷൻ ഡി ആണ് പറയുന്ന ആൻസറായിട്ട്. 91 വിച്ച് ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA സ്പെസിഫിക്കലി യൂസ്ഡ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. 91 ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 92 വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോട്ട് ടിപ്പിക്കൽ ഓഫ് ക്യാൻസർ സെൽസ്. ഓപ്ഷൻ സി ആണ്, ഫോർമേഷൻ ഓഫ് ബിനൈൻ ട്യൂമേഴ്സ് ഓൺലി ആണ് പറയുന്നത്. 93 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈല ഷോ റേഡിയൽ സിമെട്രി. 93 ഓപ്ഷൻ ബി ആണ്. ദെൻ ഇനി ലാസ്റ്റ് മാത്സിൻ്റെ പാർട്ടാണ്. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നമ്മുടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയുടെ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫൈനൽ ആൻസർ കീ വരുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും, ഏതൊക്കെ ഡിലീറ്റ് ആവും നമുക്കെല്ലാം നോക്കണം. അപ്പോൾ എക്സാം എഴുതിയവരൊക്കെ അത് ചെക്ക് ചെയ്യുക, ആൻസർ നോക്കുക, എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ നോക്കുക. താങ്ക് യു.